അപ്പോൾ നെസ്റ്റഡ് ഇന്റർവൽസ് പ്രോപ്പർട്ടിന്റെ പ്രൂഫാണ് ഇനി ബാക്കിയുള്ളത്. ഇതിന്റെ എല്ലാ വിശദീകരണവും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ തന്നതാണ്. ഇനി പ്രൂഫ് മാത്രമേ ബാക്കിയുള്ളൂ. പ്രൂഫിലേക്ക് വരുന്നതിന് മുമ്പേ നിങ്ങൾക്ക് ഞാൻ ചെയ്ത പല വീഡിയോസിലും ഡൗട്ട്സ് ഉണ്ടാവാം. എല്ലാ ഡൗട്ടും ഞാൻ തന്നെ ചോദിച്ചിട്ട് ആൻസർ ചെയ്യുമ്പോൾ വീഡിയോ വളരെ ലെങ്തി ആയി പോകും. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് വരുന്ന ഡൗട്ട്സ് ഒക്കെ ആ വീഡിയോന്റെ കമന്റ് ബോക്സിലോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിൽ തന്ന വാട്സ്ആപ്പ് നമ്പറിനെ ഫെസിലിറ്റി ഉപയോഗിച്ചിട്ട് അവിടെയൊക്കെ നിങ്ങൾ ചോദിക്കുക കേട്ടോ. ഇതിന്റെ പ്രൂഫ് മനസ്സിലാക്കണമെങ്കിൽ റിയൽ നമ്പേഴ്സിന്റെ ഒരു സബ്സെറ്റ് എടുത്താൽ അതിന്റെ അപ്പർ ബൗണ്ട് എന്താണെന്നും അതിപ്പോൾ ഒരു ബൗണ്ടഡ് അബോവ് സബ്സെറ്റ് ആണെന്ന് പറയാമെന്നും അതുപോലെ തന്നെ സുപ്രീം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്താണെന്നൊക്കെ വിശദമായിട്ട് അറിഞ്ഞിരിക്കണം. ആ വക കാര്യങ്ങളൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അതെല്ലാം വിശദമായി പറയുന്ന ഒരു വീഡിയോന്റെ ലിങ്ക് ഞാൻ ഈ വീഡിയോന്റെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ട് അത് അറിയാത്തവർ മാത്രം ആ ലിങ്ക് വഴി ആ വീഡിയോ കണ്ട് അതെല്ലാം ക്ലിയർ ആക്കിയതിന് ശേഷം ഇവിടേക്ക് വരിക. നിങ്ങൾക്ക് അതെല്ലാം അറിയാമെന്നുള്ള അസംഷനിലാണ് ഞാൻ ഇത് പ്രൂവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസ് ക്ലോസ്ഡ് ആൻഡ് ബി എൻ ആണ്. അതിൻ്റെ ഒരു സാമ്പിൾ ചിത്രം ഞാൻ ഇവിടെ വരച്ചിട്ടുണ്ട്. ക്ലോസ്ഡ് A1 B1 അതിൻ്റെ സബ്സെറ്റാണ് ക്ലോസ്ഡ് A2 B2 അതിൻ്റെ സബ്സെറ്റാണ് ക്ലോസ്ഡ് A3 B3 എക്സെട്ര അങ്ങനെ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഇനീക്വാലിറ്റീസ് പ്രൂവ് ചെയ്യാൻ പറ്റും. A1 ലെസ് ദാൻ ഈക്വൽ ടു A2 ലെസ് ദാൻ ഈക്വൽ A3 ലെസ് ദാൻ ഈക്വൽ അങ്ങനെ പോകുന്നത്. അങ്ങനെ ക്ലോസ്ഡ് A1 B1ന്റെ സബ്സെറ്റാണ് ക്ലോസ്ഡ് A2 B2. അപ്പം A2 ക്ലോസ്ഡ് A1 B1ന്റെ ഉള്ളിലല്ലേ ഉള്ളത് അല്ലേ? അപ്പം A1 ലെസ് ദാൻ ഈക്വൽ ടു A2 ആവില്ലേ അല്ലേ? അതുപോലെ തന്നെ ക്ലോസ്ഡ് A2 B2ന്റെ സബ്സെറ്റാണ് ക്ലോസ്ഡ് A3 B3. അപ്പം A3 ക്ലോസ്ഡ് A2 B2ന്റെ ഉള്ളിലല്ലേ വരിക. അപ്പം A2 ലെസ് ദാൻ ഈക്വൽ ടു A3 എഴുതാൻ പറ്റില്ല. അപ്പോൾ എക്സെട്ര അത് നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇതും കിട്ടും. ക്ലോസ്ഡ് A1 B1ന്റെ സബ്സെറ്റാണ് ക്ലോസ്ഡ് A2 B2. അപ്പോൾ അവിടെ നിന്ന് കിട്ടൂലേ B2 ക്ലോസ്ഡ് A1 B1ന്റെ ഉള്ളിലാണ്. സോ B2 ലെസ് ദാൻ ഈക്വൽ ടു B1 എന്ന് പറയാൻ പറ്റില്ലേ? ഓക്കെ, എക്സെട്ര അതും നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അത് രണ്ടും ഈസി ആയിട്ട് മനസ്സിലാക്കാവുന്നതാണ്. ഇനി നമുക്ക് എന്താ അവിടെ പ്രൂവ് ചെയ്യേണ്ടത്? ഇങ്ങനത്തെ എല്ലാ ഇന്റർവെൽസിലും കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെന്നല്ല പ്രൂവ് ചെയ്യേണ്ടത് അല്ലേ? എന്നാലല്ലേ അതിൻ്റെ ഇന്റർസെക്ഷൻ നോട്ട് അപ്റ്റ് ചെയ്യാന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഇങ്ങനത്തെ എല്ലാ ഇന്റർവെൽസിലും കോമൺ ആയിട്ട് അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഉണ്ടെന്ന് ഞാൻ കാണിച്ചു തരാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഈ ANകളില്ലേ A1 A2 A3 എക്സെട്ര ആ ANകളെ മൊത്തം ഞാൻ കളക്ട് ചെയ്തിട്ട് ഒരു സെറ്റിലാക്കട്ടെ. Let E equal to set of all AN such that N belongs to N. അപ്പം A1 A2 A3 എക്സെട്ര മൊത്തം കളക്ട് ചെയ്തിട്ട് ഈ എന്ന് പറഞ്ഞൊരു സെറ്റ് ഉണ്ടായി. ഈ സെറ്റിൽ എപ്പോഴും ഇൻഫിനിറ്റ് ആൾക്കാരുണ്ടായിക്കോളൊന്നുമില്ല കേട്ടോ. ഇതിനകത്ത് ഒരാൾ മാത്രം ആവുകയും ചെയ്യും. എങ്ങനെ? IN equal to ക്ലോസ്ഡ് 0 1 for all N belongs to N. അതൊരു നെസ്റ്റഡ് സീക്വൻസ് ഓഫ് ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് ഇന്റർവൽസ് അല്ലേ? I1 I2 I3 ഒക്കെ എന്തെടുക്കുക ക്ലോസ്ഡ് 0 1 ആക്കുക. നമ്മൾ ഇന്നലത്തെ വീഡിയോയിൽ കണ്ടതാണ്. അപ്പോൾ ആ കേസിൽ A1 A2 A3 A4 ഒക്കെ ഇൻ ജനറൽ എല്ലാ Nഉം എന്താണ് 0 ആണ്. അപ്പോൾ നമ്മൾ ഈ എന്തായി മാറും? സെറ്റ് 0 ആയി മാറും. അപ്പം സിംഗിൾട്ടൺ സെറ്റും ആവാം ഇതിന്. പക്ഷേ ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവില്ലേ ഇതിൻ്റെ അല്ലേ? A1 എന്തായാലും ഉണ്ടാവും അല്ലേ? ഇൻഫിനിറ്റ് ആയി ആൾക്കാരുണ്ടായിക്കോളം നിർബന്ധമല്ല, പക്ഷെ ഒരാളെങ്കിലും എന്തായാലും ഉണ്ടാവും. ദാറ്റ്സ് ഷുവർ. സോ E is a non-empty നമുക്ക് പറയാവുന്നതാണ്. E is equal to is not equal to empty. ഈ എന്താണ്? ഒരു നോൺ എംപ്റ്റി സെറ്റാണ്. ക്ലിയർ അല്ല? കാരണം ഇതിൻ്റെ അകത്ത് എന്തായാലും ഒരാളെങ്കിലും ഉണ്ടാവും. ഓക്കെ, ഇനി ഈ ഒരു ബൗണ്ടഡ് അബോവ് സെറ്റാണോ? ആലോചിച്ച് നോക്കിയാൽ ഇതിനൊരു അപ്പർ ബൗണ്ട് ഉണ്ടോ? ഉണ്ട്. നോക്കുക, എല്ലാ ഇന്റർവെൽസും ക്ലോസ്ഡ് ആൻഡ് ബി എന്നും എന്തിന്റെ സബ്സെറ്റാണ്? ക്ലോസ്ഡ് A1 B1ന്റെ സബ്സെറ്റാണ്. എല്ലാ ഇന്റർവെൽസും എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബി എന്നും എന്തിന്റെ സബ്സെറ്റാണ്? ക്ലോസ്ഡ് A1 B1ന്റെ സബ്സെറ്റാണ് അല്ലേ? അപ്പം ഈ B1 എല്ലാ ANഉം ലെസ് ദാൻ ഈക്വൽ B1 ആണെന്ന് കിട്ടൂലേ? കാരണം AN ഒക്കെ ക്ലോസ്ഡ് A1 B1ന്റെ ഉള്ളിലാണ് അല്ലേ? സോ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ഇവിടുത്തെ ഈ സൈഡ് കിട്ടൂലേ? ഓപ്പോസിറ്റ് നിങ്ങൾക്ക് മനസ്സിലാക്കുക. അപ്പം ഈ ANകളൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു B1 ആണ്. സോ ഈ B1 ഈയുടെ ഒരു അപ്പർ ബൗണ്ട് ആയിട്ട് വരില്ലേ? ക്ലിയർ അല്ലേ? അപ്പം ഈ എന്താണ്? ഈക്ക് ഒരു അപ്പർ ബൗണ്ട് ഉണ്ട്. സോ ഈസ് എ ബൗണ്ടഡ് അബോവ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. മാത്രമല്ല ഈ നോൺ എംപ്റ്റി ആണെന്ന് കണ്ടു. സോ ഈസ് എ നോൺ എംപ്റ്റി ബൗണ്ടഡ് അബോവ് സബ്സെറ്റ് ഓഫ് റിയൽ നമ്പേഴ്സ്. അപ്പോൾ സുപ്രീം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ് എന്താ വേണ്ടത്? റിയൽ നമ്പേഴ്സിന്റെ ഏതൊരു നോൺ എംപ്റ്റി ബൗണ്ടഡ് അബോവ് സബ്സെറ്റ് എടുത്താലും അതിന് എന്തുണ്ട്? ഒരു സുപ്രീം ഉണ്ട്. അപ്പോൾ ഈക്ക് എന്തുണ്ട്? ഒരു സുപ്രീം ഉണ്ട്. ആ സുപ്രീമത്തിന് ഞാൻ എക്സ് എന്ന് വിളിക്കട്ടെ. ലെറ്റ് എക്സ് ഈസ് ഈക്വൽ ടു സുപ്രീമം ഓഫ് ഇ. ഓക്കെ, ഇനി നമുക്ക് എന്താ വേണ്ടിയിരുന്നത്? ഈ എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബി എന്നിലും എല്ലാ ഇന്റർവെലും കോമൺ ആയിട്ട് വരുന്ന ഒരാളെങ്കിലും ഞാൻ തരണ്ടേ? അതല്ലേ വേണ്ടത്? ആ ഒരാളായിട്ട് ഞാൻ തരാൻ പോകുന്ന ആരാറിയും ഈ എക്സിനെ, ഈ സുപ്രീമത്തിനാണ്. ഈ ANകളുടെ സുപ്രീമത്തിന് ഞാൻ എക്സ് എന്ന് വിളിച്ചില്ലേ? സുപ്രീമുണ്ട് ബൈ സുപ്രീമം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സ്. കാരണം ഇത് നോൺ എംപ്റ്റി ബൗണ്ടഡ് അബോവ് സബ്സെറ്റ് ആവും. സോ സുപ്രീമം ഉണ്ട്, അതിനെ ഞാൻ എക്സ് വിളിച്ചു. ആ സുപ്രീമാണ് ഞാൻ ഈ എല്ലാ ഇന്റർവെലും കോമൺ ആയിട്ട് വരുന്ന ഒരാളായിട്ട് എഴുതി തരാൻ പോകുന്നത്.
അറ്റ്ലീസ്റ്റ് ഒരാളെങ്കിലും ഞാൻ കാണിച്ചാൽ പോരെ, ആ ഒരാൾ ഈ സുപ്രീമാണ്. അപ്പം ഈ എക്സ് എല്ലാ ഇൻ്റർവെലോട് കാണിക്കണം. അപ്പം എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബി എന്നിലും ഉണ്ടാവണമെങ്കിൽ എനിക്ക് എന്താ കാണിക്കേണ്ടത്? എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്ന് കാണിക്കേണ്ടത്. എന്നാലല്ലേ എല്ലാ എന്നിലും ബി എന്നിലും എല്ലാ ക്ലോസ്ഡ് ആൻഡ് ബി എന്നിലും എക്സ് ഉണ്ടാവുള്ളൂ. ഇതിൻ്റെ ഈ പോർഷൻ എനിക്ക് ഈസി ആയിട്ട് കിട്ടും. എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് എന്ന് കിട്ടും. കാരണം എന്താ? എക്സ് എന്താ? ഈ സെറ്റിന്റെ സുപ്രീമാ, ഈയുടെ സുപ്രീമാ. സുപ്രീം എന്താണ്? ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ട്. അതെന്തായാലും ഒരു അപ്പർ ബൗണ്ട് ആണല്ലോ. അപ്പം അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് തന്നെ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് കിട്ടൂലേ. അപ്പൊ സുപ്രീമം അല്ലേ, സുപ്രീമം ഒരു അപ്പർ ബൗണ്ട് ആണ്. സോ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സുപ്രീം എന്ന് കിട്ടും. ഒക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഡിസ്ക്രിപ്ഷനിലുള്ള സുപ്രീം പ്രോപ്പർട്ടി ഓഫ് റിയൽ നമ്പേഴ്സിന്റെ വീഡിയോസ് വിശദമായിട്ട് കണ്ട് മനസ്സിലാക്കുക. ഇതൊന്നും മനസ്സിലാവാത്തവർ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ഉള്ളത് എക്സ് സുപ്രീം ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആയിരിക്കും. സോ അതെനിക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. ഓക്കെ, എക്സ് ഇതിന് സുപ്രീം ആയതുകൊണ്ട് എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ആണ്. ഇനി ഇത് മാത്രം മതിയോ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എന്നും കൂടി ആവണ്ടേ? ഇപ്പൊ ഇതും കൂടി പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ റെഡിയാലോ. ഈ പോർഷൻ ഓൾറെഡി ഉണ്ട് അല്ലേ. ഇനി ഈ പോർഷനാണ് നമുക്ക് ബാക്കിയുള്ളത്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി എൻ ഫോർ ഓൾ എന്ന് പറയണം. അതെങ്ങനെ പറയാൻ പറ്റും? ഞാൻ ആദ്യം ചോദിക്കട്ടെ, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വൺ എന്ന് പറയാൻ പറ്റുമോ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി വൺ എന്ന് പറയാൻ പറ്റുമോ എന്ന് ചോദിക്കുക. പറ്റും. കാരണം ഈ ബി വണ്ണ് നമ്മുടെ ഈയുടെ ഒരു അപ്പർ ബൗണ്ടാണ്. നമ്മൾ നേരത്തെ കണ്ടു, എ ലെസ് ദാൻ ഈക്വൽ ബി വൺ നമ്മൾ കണ്ടതാ. ബി വൺ ഈയുടെ ഒരു അപ്പർ ബൗണ്ടാണ്. എക്സ് എന്താണ്? സുപ്രീം ആണ്. അതായത് ലീസ്റ്റ് അപ്പർ ബൗണ്ട്, ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ് നമ്മൾ എക്സ്. അപ്പൊ എല്ലാ അപ്പർ ബൗണ്ട് എക്സിനേക്കാൾ ചെറിയ അപ്പർ ബൗണ്ട് അതിന് ഉണ്ടാവുമോ? ബി വൺ ഇതിന്റെ അപ്പർ ബൗണ്ടാണ്, എക്സ് ഏറ്റവും ചെറിയ അപ്പർ ബൗണ്ടാണ്. അപ്പം പിന്നെ എക്സ് ലെസ് ദാൻ ഈക്വൽ ബി വൺ ആവട്ടെ. കാരണം എക്സ് ഏറ്റവും ചെറുതാണ് അല്ലേ. പിന്നെയുള്ള അപ്പർ ബൗണ്ടൊക്കെ അതിന് മുകളിൽ പോകണം. അത് എക്സിനേക്കാളും ചെറിയ അപ്പർ ബൗണ്ട് കിട്ടൂല. സോ ബി വൺ ഒരു അപ്പർ ബൗണ്ട് ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഈക്വൽ ബി വൺ ആണ്. നമുക്ക് എക്സ് ലെസ് ദാൻ ഈക്വൽ ബി വൺ മാത്രം മതിയോ? എക്സ് ലെസ് ദാൻ ഈക്വൽ ബി ടു ആവണം, എക്സ് ലെസ് ദാൻ ഈക്വൽ ബി ത്രീ ആവണം. ഇൻ ജനറൽ എക്സ് ലെസ് ദാൻ ഈക്വൽ ബി എൻ ആവണം ഫോർ ഓൾ എൻ. നിങ്ങൾക്ക് പറ്റുമോ നോക്കി. ഇനി അടുത്ത ചോദ്യം അപ്പോൾ എന്താ? എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ടു ആവുമോ എന്നാ ചോദ്യം. ഒന്ന് പോസ്റ്റ് ചെയ്ത് ആരും ചോദിക്കുക, എക്സ് ലെസ് ദാൻ ഈക്വൽ ബി ടു ആവും. കാരണം എന്താ? അത് പറയാൻ എന്ത് ചെയ്താൽ മതി? ബി ടു ഇതിന്റെ അപ്പർ ബൗണ്ടാന്ന് കാണിച്ചാൽ പോരെ. ബി ടു ഇതിന്റെ അപ്പർ ബൗണ്ടാന്ന് കാണിച്ചു കഴിഞ്ഞാൽ എക്സ് സുപ്രീം ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആവില്ലേ അല്ലേ. കാരണം എക്സിനേക്കാളും ചെറിയ അപ്പർ ബൗണ്ട് കിട്ടൂല. അപ്പൊ പിന്നെ വരുന്ന അപ്പർ ബൗണ്ടൊക്കെ ബി ടു അതിനപ്പുറം എക്സിനേക്കാളും വലുതായിരിക്കണം. സോ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആവണം. സോ ബി ടു ഇതിന്റെ ഒരു അപ്പർ ബൗണ്ടാന്ന് കാണിക്കാൻ പറ്റുന്നുണ്ടോ നോക്ക്. എല്ലാ എനും ലെസ് ദാൻ ഈക്വൽ ടു ബി ടു എന്ന് പറയാൻ പറ്റുന്നുണ്ടോ നോക്ക്. പറ്റും. കാരണം അറിയോ, നിങ്ങൾക്ക് ഇങ്ങനെ പറഞ്ഞൂടെ, എ വൺ എല്ലാ എനും ലെസ് ദാൻ ഈക്വൽ ബി ടു ആവണം. എ വൺ ലെസ് ദാൻ ഈക്വൽ ബി ടു ആക്കാൻ ഈസിയാണ്. കാരണം എന്താ? എ വണ്ണിനേക്കാളും വലുതാണ് എ ടു അല്ലേ. എ വൺ ലെസ് ദാൻ ഈക്വൽ ടു എ ടു ആണ്. പിന്നെ എ ടു ലെസ് ദാൻ ഈക്വൽ ടു ബി ടു അല്ലേ. അപ്പോൾ എനിക്ക് എന്ത് കിട്ടി? നമ്മളെ എ വൺ ലെസ് ദാൻ ഈക്വൽ ടു എ ടു എന്ന് കിട്ടി അല്ലേ. സോറി, എ വൺ ലെസ് ദാൻ ഈക്വൽ ടു ബി ടു എന്ന് കിട്ടി. നമുക്ക് എന്താ വേണ്ടത്? ഈ സെറ്റിന്റെ അപ്പർ ബൗണ്ടാണ് ബി ടു എന്ന് കാണിക്കണം. അപ്പൊ ഇതിന്റെ അകത്തുള്ള എല്ലാവരും ലെസ് ദാൻ ഈക്വൽ ടു ബി ടു എന്ന് കിട്ടണം. എനിക്കിപ്പോൾ എന്താ കിട്ടിയത്? എ വൺ ലെസ് ദാൻ എ വണ്ണും എ ടു ലെസ് ദാൻ ഈക്വൽ ടു ബി ടു എന്ന് കിട്ടി. ഇനി ബാക്കിയുള്ള എ ത്രീ എ ഫോർ എ ഫൈവ് ഒക്കെ ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആണോ? ആണല്ലോ. കാരണം എന്താ? ഈ എ ത്രീ എ ഫോർ എ ഫൈവ് എക്സെട്ര ഒക്കെ എന്തിന്റെ ഉള്ളിലാണുള്ളത്? ക്ലോസ്ഡ് എ ടു ബി ടു ഉള്ളിലുള്ളത് അല്ലേ. അതായത് അല്ലേ നോക്കുക, എ ത്രീ ക്ലോസ്ഡ് എ ത്രീ ബി ത്രീ ക്ലോസ്ഡ് എ ഫോർ ബി ഫോർ ഒക്കെ എന്തിന്റെ ഉള്ളിലാണുള്ളത്? ക്ലോസ്ഡ് എ ടു ബി ടു ഉള്ളിലാണ്. ഞാൻ ഒന്ന് ഇവിടെ എഴുതട്ടെ. ക്ലോസ്ഡ് എ എൻ ബി എൻ ഈ സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് എ ടു ബി ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2. റെഡി അല്ലേ അല്ലേ. കാരണം ക്ലോസ്ഡ് എ ടു ബി ടു ക്ലോസ്ഡ് എ ടു ബി ടുവിന്റെ സബ്സെറ്റ് ആണ്. ക്ലോസ്ഡ് എ ത്രീ ബി ത്രീ ക്ലോസ്ഡ് എ ടു ബി ടുവിന്റെ സബ്സെറ്റ് ആണ്. ക്ലോസ്ഡ് എ ഫോർ ബി ഫോർ ക്ലോസ്ഡ് എ ടു ബി ടുവിന്റെ സബ്സെറ്റ് ആണ് അല്ലേ. അപ്പം എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പം ഈ എല്ലാ ക്ലോസ്ഡ് എൻ ബി എനും എന്തിന്റെ ഉള്ളിലാണത്? ക്ലോസ്ഡ് എ ടു ബി ടുവിന്റെ ഉള്ളിലാണത്. അപ്പൊ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 ആവുമ്പം എല്ലാ എനും എന്തിന്റെ ഉള്ളിൽ വരും? ക്ലോസ്ഡ് എ ടു ബി ടുവിന്റെ ഉള്ളിൽ വരും. അതുകൊണ്ട് തന്നെ എൻ ഒക്കെ ഇതിന്റെ ഉള്ളിൽ വരുന്നതുകൊണ്ട് തന്നെ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബി ടു ഫോർ ഓൾ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 2 അല്ലേ. അപ്പം എ വണ്ണും എ ടും ഓൾറെഡി നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആക്കി. പിന്നെ 2ന്റെ ശേഷമുള്ള എല്ലാവരും ലെസ് ദാൻ ഈക്വൽ ടു ബി ടു എന്ന് പറഞ്ഞു കിട്ടി. അപ്പൊ എന്താ? എല്ലാ എനും ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആയി. ക്ലിയർ? എല്ലാ എനും അപ്പം ലെസ് ദാൻ ഈക്വൽ ടു ബി ടു ആയി. അപ്പം ഈയുടെ ഒരു അപ്പർ ബൗണ്ടായിട്ട് ആരും വായിച്ചു? ഈയുടെ ഒരു അപ്പർ ബൗണ്ടായിട്ട് ആരും വന്നു? ബി ടു വന്നു. അപ്പം ബി ടു ഈയുടെ ഒരു അപ്പർ ബൗണ്ടാണ്. എക്സ് ഈയുടെ സുപ്രീമോ ആണ്. അപ്പം എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു ബി ടു. കിട്ടിയില്ലേ?
ഇനി എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 ഇതുപോലെ അതുകൂടി ഞാനൊന്ന് ആർഗ്യൂ ചെയ്തുതരാം. ജനറൽ കേസ് കിട്ടുക കേട്ടോ. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 അവൻ എന്ത് ചെയ്താൽ മതി, B3 ഈയുടെ ഒരു അപ്പർ ബൗണ്ട് അന്ന് കാണിച്ചാൽ പോരെ. പോസ്റ്റ് ചെയ്തിട്ടൊന്ന് ആലോചിച്ച് കാണിക്കാൻ പറ്റുന്നുണ്ടോന്ന്. ഓക്കെ, അപ്പോൾ B3 ഈയുടെ ഒരു അപ്പർ ബൗണ്ട് ആണ് കാണിക്കേണ്ടത് അല്ലേ. അതായത് ഇതിനകത്തുള്ള എല്ലാ A1 ലെസ് ദാൻ ഈക്വൽ ടു B3 കാണിക്കണം. A1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു A3 ആണ്. A3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 ആണ്. കാരണം എന്താ, ക്ലോസ് A3 B3 ഉണ്ടാവും അല്ലേ. സോ A3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 ആണ് അല്ലേ. അപ്പൊ എന്തായി, A1 മുതൽ A3 ഉള്ളവരൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3. എനിക്ക് A3ന്റെ ശേഷമുള്ളവർ ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 ആവുമെന്നല്ല ആവും. കാരണം എന്താ, A4 B4 A5 B5 ഒക്കെ എന്തിൻ്റെ ഉള്ളിലാണത്, ക്ലോസ്ഡ് A3 B3 ഉള്ളിൽ. ഞാനൊന്ന് എഴുതട്ടെ, ക്ലോസ്ഡ് AN BN സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് A3 B3 for all n greater than or equal to 3 അല്ലേ. കാരണം എന്താ, A3 B3 ഇതിൻ്റെ ഉള്ളിലുള്ളത് ഇത് തന്നെയാണ് അല്ലേ. A3 B3 സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് A3 B3, A4 B4 അതും സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് A3 B3, A5 B5 അതും സബ്സെറ്റ് ഓഫ് ക്ലോസ്ഡ് A3 B3 അങ്ങനെയല്ലേ വരിക. അപ്പം n greater than or equal to 3 ആകുമ്പോൾ എല്ലാ ക്ലോസ്ഡ് AN BNും ക്ലോസ്ഡ് A3 B3ന്റെ സബ്സെറ്റ് ആണ്. അപ്പം n greater than or equal to 3 ആകുമ്പോൾ എല്ലാ ANും ഇതിൻ്റെ ഉള്ളിൽ വരില്ലേ. ഇതിനുള്ളിൽ വരുമ്പോൾ അത് ലെസ് ദാൻ ഈക്വൽ ടു B3 ആവും. സോ AN ലെസ് ദാൻ ഓർ ഈക്വൽ ടു B3 for all n greater than or equal to 3 അല്ലേ. അപ്പോൾ എന്തായി, A1 A2 A3 ഒക്കെ ഓൾറെഡി നമ്മൾ ലെസ് ദാൻ ഈക്വൽ ടു B3 ആയി. ഇനി 3ക്ക് ശേഷമുള്ളവരൊക്കെ അതും എന്തായി, ലെസ് ദാൻ ഈക്വൽ ടു B3. അപ്പോൾ എല്ലാ ANും ലെസ് ദാൻ ഈക്വൽ ടു B3 അല്ലേ. അപ്പോൾ എന്തായി, B3 ഈ ഒരു അപ്പർ ബൗണ്ടായി മാറിയില്ലേ. അപ്പോൾ B3 ഇതിന്റെ അപ്പർ ബൗണ്ടാണ്, എക്സ് സുപ്രീം ആണ്. സോ എക്സ് ഷുഡ് ബി ലെസ് ദാൻ ഈക്വൽ ടു B3. ഇതിന്റെ ജനറൽ കേസുകൾ പ്രൂവ് ചെയ്യാം. ഇപ്പോൾ എക്സ് ലെസ് ദാൻ ഈക്വൽ ടു B1 എക്സ് ലെസ് ദാൻ ഈക്വൽ ടു B2 എക്സ് ലെസ് ദാൻ ഈക്വൽ ടു B3 എക്സെട്ര അങ്ങനെ പോയാൽ തീരുമല്ലോ. അപ്പോൾ നിങ്ങൾ ഇവിടുന്ന് ഒരു ജനറൽ ടേം BK എടുക്കുക, എന്നിട്ട് എന്ത് ചെയ്യുക, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK നിങ്ങൾ പ്രൂവ് ചെയ്യണം. അതായത് ഒരു പിന്നെ ഈ BK എന്താന്ന് പറഞ്ഞാൽ മതി, ഈയുടെ ഒരു അപ്പർ ബൗണ്ട് കാണിച്ചാൽ മതി. അപ്പം ഈയുടെ അപ്പർ ബൗണ്ട് ആകുമ്പോൾ എക്സ് സുപ്രീം ആയതുകൊണ്ട് എക്സ് ലെസ് ദാൻ ഈക്വൽ ടു BK ഇതേപോലെ തന്നെ ഹോൾഡ് ചെയ്യും. ഇനി ഇത് കിട്ടാനോ, BK ഈയുടെ അപ്പർ ബൗണ്ട് എന്ന് പറയാൻ ചെയ്താൽ മതി, A1 ലെസ് ദാൻ ഈക്വൽ ടു A2 ലെസ് ദാൻ ഈക്വൽ ടു എക്സെട്ര ലെസ് ദാൻ ഈക്വൽ ടു BK എന്ന് പറയാൻ പറ്റും. എന്നിട്ട് അപ്പോൾ എന്താ, A1 മുതൽ AK വരെ ഉള്ളവരൊക്കെ ലെസ് ദാൻ ഈക്വൽ ടു BK ആയി. പിന്നെന്താ, ആ AK+1 മുതലുള്ളവരാണ് പിന്നെ ലെസ് ദാൻ ഈക്വൽ ടു BK ആക്കേണ്ടത്. സോറി, അതന്നെ AK+1 മുതലുള്ള ബാക്കിയുള്ളവരൊക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു BK ആക്കണം. അത് നിങ്ങൾക്ക് ഇതേപോലത്തെ ആർഗ്യുമെന്റ് അവിടെ എടുക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങളത് സ്വന്തമായിട്ട് കംപ്ലീറ്റ് ചെയ്യുക, അത് ശരിക്കും മനസ്സിലാക്കിയതിന് ശേഷം. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, എല്ലാ ബികളും ഈ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്ത് കിട്ടി. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എല്ലാ ബികളും, ഇപ്പം എല്ലാ ബികളും ഈ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. സോ എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n എന്ന് പറഞ്ഞൂടെ അല്ലേ. അപ്പം A ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് നേരത്തെ ഓൾറെഡി നമ്മൾ കണ്ടു. ഇപ്പോൾ എന്ത്, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു BN ഫോർ ഓൾ n ആയി. അപ്പോൾ എല്ലാ BNന്റെയും താഴത്താണ് എക്സ് ഉള്ളത്, എല്ലാ ANന്റെയും മുകളിലാണ് എക്സ് ഉള്ളത്. വേണമെങ്കിൽ തുല്യമാവാം, A ലെസ് ദാൻ ഈക്വൽ ടു എക്സ് ലെസ് ദാൻ ഈക്വൽ ടു BN. അപ്പോൾ എന്ത് കിട്ടി, ഈ എക്സ് എല്ലാ ഇൻ്റർവലും കിട്ടി, എല്ലാ ഇൻ്റർവലും അല്ലേ. അപ്പോൾ എല്ലാ ഇൻ്റർവലുള്ള ഒരു കോമൺ പോയിന്റ് ഞാൻ തന്നില്ലേ. അപ്പോൾ ഇത് നോട്ട് എംപ്റ്റി, പ്രൂഫ് ഈസ് ഡൺ. ഡൗട്ടുള്ളവർ ചോദിക്കാം. താങ്ക് യു.